നമസ്കാരം, താടായി ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ് സിനിമകൾക്ക് ഉത്തരേന്ത്യൻ മാർക്കറ്റിൽ വലിയ വിജയങ്ങൾ നേടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന മിക്ക തമിഴ് ചിത്രങ്ങൾക്കും ഹിന്ദി പതിപ്പ് ഇറങ്ങാറുണ്ടെങ്കിലും അതിൽ വൻ കളക്ഷൻ നേടുന്ന സിനിമകൾ വിരളമാണ്. 2.0, കൂലി, കബാലി തുടങ്ങിയ ചില ചിത്രങ്ങൾ മാത്രമാണ് ആ പതിവ് മാറ്റി എഴുതിയത്. ഇപ്പോഴിതാ ആ പട്ടികയിലേക്ക് ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് വിജയുടെ അവസാന ചിത്രമായ ജനനായകനും. ജൻ നേത എന്ന പേരിലാണ് ചിത്രം ഹിന്ദിയിൽ റിലീസ് ചെയ്തത്. എന്നാൽ റിലീസിന് മുൻപ് വലിയ പ്രചാരണമോ ഹൈപ്പോ ഉണ്ടായിരുന്നില്ല. സെൻസർ പ്രതിസന്ധിയെ തുടർന്ന് പലതവണ വാർത്തകളിൽ ഇടം പിടിച്ചെങ്കിലും ഹിന്ദി മാർക്കറ്റിൽ വലിയ പ്രതീക്ഷകളില്ലാതെയായിരുന്നു ചിത്രത്തിന്റെ കടന്നുവരവ്. പക്ഷേ റിലീസിന് ശേഷം കഥ മാറി. ആദ്യ ദിനം 2.55 കോടി രൂപ നേടിയ ചിത്രം രണ്ടാം ദിനത്തിൽ 2.74 കോടിയിലേക്കും മൂന്നാം ദിനത്തിൽ 3.46 കോടിയിലേക്കും ഉയർന്നു. 3 ദിവസങ്ങൾക്കുള്ളിൽ ഹിന്ദി പതിപ്പ് മാത്രം 8.75 കോടി ഗ്രോസും 7.26 കോടി നെറ്റും സ്വന്തമാക്കി. ഈ വിജയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പൊങ്കൽ റിലീസായി ജനുവരിയിൽ എത്തേണ്ടിയിരുന്ന ചിത്രം സെൻസർ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മാസങ്ങളോളം വൈകുകയായിരുന്നു. അതിനിടെ തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. വിജയുടെ പാർട്ടിയായ TVK വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. വിജയ് മുഖ്യമന്ത്രിയായി. രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് വിജയ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ജനനായകൻ ഒരു സിനിമ മാത്രമല്ലായിരുന്നു, വിജയുടെ അഭിനയ ജീവിതത്തിന്റെ അവസാന അധ്യായം കൂടിയായിരുന്നു. വിനോദ് സംവിധാനം ചെയ്ത ചിത്രം KN പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിച്ചത്. റിലീസിന് മുൻപേ വ്യാജ പതിപ്പ് വ്യാപകമായി പ്രചരിച്ചിട്ടും അതൊന്നും ബോക്സ് ഓഫീസിലെ മുന്നേറ്റത്തെ ബാധിച്ചില്ല. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറി വിജയ്. എന്നാൽ ബോക്സ് ഓഫീസിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് ജനനായകൻ.